ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം അതായത് മെയ്യിൽ ഏറ്റവും കുറവ് വിറ്റുപോയിട്ടുള്ള 20 വണ്ടികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ ഒട്ടുമിക്ക വണ്ടികളെല്ലാം നല്ല വണ്ടികൾ തന്നെയാണ്, ഈ ലിസ്റ്റിൽ ഉണ്ടാവാൻ ഡിസേർവ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ചിലത് ഇമ്പോർട്ട് ചെയ്തിട്ട് ഉള്ള വണ്ടികളായിരിക്കും, ചിലത് CKD ആയിട്ട് അസംബിൾ ചെയ്യാവാം, ചിലത് വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വണ്ടികളാണ് നമുക്ക് ഈ ലിസ്റ്റിലുള്ളത്. എന്തായാലും നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമ്മളിതിനെ മന്ത് ഓൺ മന്തിലുള്ള കമ്പാരിസൺ ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ ഇപ്പോൾ നമ്മുടെ 20th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ടയുടെ വെൽഫെയർ ആണ്. ഇതിവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ നല്ല വിലയാണ്. ഏകദേശം ഒരു 1.3 crores എക്സ് ഷോറൂം പ്രൈസ് തന്നെ വരുന്നുണ്ട്. ഓൺ റോഡ് നല്ല വിലയാവും. അതുകൊണ്ട് തന്നെ അത്ര വലിയ സെയിലില്ല. 164 വാഹനങ്ങൾ സെയിൽ കഴിഞ്ഞ മാസം കിട്ടി. ഇനി അതിന് മുന്നത്തെ മാസം അതായത് ഏപ്രിൽ നോക്കുകയാണെങ്കിൽ 118 വാഹനങ്ങളുടെ സെയിലാണ് വന്ന് 46 വണ്ടികളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ലക്ഷറിയുടെ കാര്യത്തിലും അതുപോലെ ഹൈബ്രിഡ് ആയതുകൊണ്ട് റിലയബിലിറ്റി, സ്മൂത്ത്നെസ് എല്ലാത്തിൻ്റെ കാര്യത്തിലും ഈ വണ്ടി അടിപൊളിയാണ്. പക്ഷേ പുറത്ത് വിൽക്കുന്നതിലും ഡബിൾ പ്രൈസിൽ ഈ വണ്ടിയോടെ വിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എനിവേ നമ്മുടെ അടുത്ത് 19th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്കോഡയുടെ കോഡിയാക്കാണ്. ഇതിന് കഴിഞ്ഞ മാസം 146 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിൽ മാസത്തിൽ അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 116 വാഹനങ്ങൾ സെയിലാണ് വന്ന് 30 വാഹനങ്ങളുടെ വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ഈ വണ്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിലും ഇത് സത്യം പറഞ്ഞപ്പോൾ ഈ സെഗ്മെൻറ്റിൽ സ്റ്റിൽ ഇപ്പോൾ ഫോക്സൈന് ടയറിനൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് വന്നൊരു വണ്ടി ഇതാണ്. മോണോകോക്ക് ഷാസിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ലാഡർ ഫ്രെയിമിൽ പിന്നെ ഫോർച്യൂണറാണ് എല്ലാവരും എടുക്കുകയുള്ളൂ. അതിപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ വന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെ സെയിൽ കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അടുത്ത് ഇപ്പോൾ MGയുടെ മെജസ്റ്റർ വന്നു, അതിന് വിൽക്കാൻ തുടങ്ങിയിട്ടില്ല. വിൽക്കാൻ തുടങ്ങുമ്പം ചിലപ്പോൾ അത് ഈ ലിസ്റ്റിൽ കാണുമായിരിക്കും. ഇനി അടുത്ത 18th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ XUV 400 ആണ്. ഇതിന് കഴിഞ്ഞ മാസം 129 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിൽ 66 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 63 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. ഏകദേശം ഡബിൾ ഗ്രോത്ത് വന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. ഈ വണ്ടിക്ക് സ്റ്റിൽ ഹൺഡ്രഡ്സിലാണ് സെയിൽസ് ഉള്ളൂ. ഓർ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണെന്ന് പറയും. അതും ഏറ്റവും ലോവർ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണെന്ന് പറയേണ്ടി വരും. ഇത് സത്യം പറഞ്ഞാൽ അവരിപ്പോൾ നിർത്തേണ്ട കാര്യമേ ഉള്ളൂ. കാരണം നമുക്ക് ഓൾറെഡി 3XUV വന്നിട്ടുണ്ട്. അത് ഇതിലും കുറച്ചും കൂടെ മോഡേൺ ആണ്. പുതിയ മറ്റേ ഫ്രണ്ട് ഡിസൈനും റിയർ ഡിസൈനും എല്ലാം വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇതുവരെ ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. ഇനി നമ്മുടെ അടുത്ത വാഹനം 17th പൊസിഷനിൽ നിൽക്കുന്ന ജീപ്പിൻ്റെ കോമ്പസ് ആണ്. ഇതിനും കഴിഞ്ഞ മാസം 118 വാഹനങ്ങൾ സെയിലേ ഉള്ളൂ. നമ്മളിനി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ 122 വാഹനങ്ങൾ സെയിലായിരുന്നു വന്നിരുന്നത്. അതായത് ജസ്റ്റ് 4 വണ്ടികളുടെ വ്യത്യാസം വന്നിട്ടുള്ളൂ. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ എല്ലാ മാസത്തിലെയും ലീസിലെയും വണ്ടികളുടെ ലിസ്റ്റിൽ ഇപ്പോൾ ജീപ്പിൻ്റെ എല്ലാ വണ്ടികളും കയറി പറ്റാറുണ്ട്. ഇൻഫാക്ട് നമ്മുടെ സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിലുള്ള സെക്ടറിനും ജീപ്പ്, ഇത് 2 കമ്പനികളാണ് ഇവിടെ ഉള്ളത്. 2 എണ്ണത്തിൻ്റെ എല്ലാ വണ്ടികളും ഈ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് മറ്റു രസം. നിങ്ങൾക്ക് വൈകാതെ മനസ്സിലായി ഏതൊക്കെയാണെന്നുള്ളത്. കോമ്പസ് ഒക്കെ നല്ല വണ്ടിയായിരുന്നു. ഒരു കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും നല്ല സെയിൽ കിട്ടിയേനെ. എനിവേ നമ്മുടെ ഇനി അടുത്ത 16th പൊസിഷൻ നിൽക്കുന്ന വണ്ടി കിയയുടെ കാർണിവലാണ്. ഇതും ഈ ഒരു പ്രൈസ് പോയിന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീഷൻ, അത് 65 ലക്ഷം രൂപ 7 ലക്ഷം രൂപയുടെ പ്രൈസ് ബ്രാക്കറ്റിൽ വേറെ ലക്ഷറി MPVs ഒന്നും നമുക്ക് കിട്ടുന്നില്ല. MGയുടെ M9 ഉണ്ട്, പക്ഷേ അത് ഇലക്ട്രിക് ആണ്. പിന്നെ ഇത് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു വണ്ടിയാണ്. 113 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ഏപ്രിലിൽ 164 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 51 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇതവർക്ക് ഇത്തിരി കൂടെ പ്രൈസ് കുറച്ചിറക്കാൻ പറ്റുന്നത് നല്ലതായിരുന്നു. കാരണം പണ്ട് നമുക്കിവിടെ ഉണ്ടായിരുന്ന കാറുകളിൻ്റെ ഡബിൾ പ്രൈസിലാണ് അവരിപ്പോൾ ഈ വണ്ടി വിൽക്കുന്നത്. സംഭവം ജനറേഷനൊക്കെ മാറി എന്നുള്ളത് സത്യമാണ്. ഇനി നമ്മുടെ അടുത്ത 15th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയുടെ ദ ലെജൻഡറി ലാൻഡ് ക്രൂസർ 300 ആണ്. ഇതിന് കഴിഞ്ഞ മാസം 97 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതിന് മുന്നത്തെ മാസം 45 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത്. 52 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. ഡബിളിലും കൂടുതൽ സെയിൽസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിയും ഇമ്പോർട്ടഡ് ആയതുകൊണ്ടും 2.5 crores അടുത്ത് എക്സ് ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. സോ ഒരു രീതിയിലും ചീപ്പല്ല. പുറത്ത് വരുന്നതിൻ്റെ ഏകദേശം 1 crore അടുത്തൊക്കെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന പുറത്ത് തന്നെ പ്രൈസ് വരുന്നത്. അതിൻ്റെ ഡബിളിലും കൂടുതൽ റേറ്റിലാണ് ഇവിടെ വിൽക്കുന്നത്. പിന്നെ നമുക്ക് V6 ഡീസലാണെങ്കിലും കിട്ടുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് ഒക്കെ വെച്ചിട്ട് നല്ല സെയിലുണ്ടെന്ന് പറയാം. ഇനി അടുത്ത വാഹനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിൽ ജീപ്പിൻ്റെ അടുത്ത വണ്ടി മെറിഡിയൻ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 88 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിൽ മാസത്തിൽ 81 വാഹനങ്ങൾ സെയിലായിരുന്നു വന്ന് 7 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ പിടിച്ച് പോകുന്നുണ്ട്. കോമ്പസിൻ്റെ 7 സീറ്റർ ആണിത്. ആൻഡ് ടെക്നിക്കലി നോക്കുമ്പോൾ ബാക്കിൽ 3rd റോയിൽ അധികം സ്പേസ് ഒന്നും ഇല്ല ഇതിൽ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോമ്പസ് എടുക്കുന്നത് തന്നെയാണ് ശരിക്കും നല്ലത്. നമ്മൾ ഇതിന് ഏകദേശം 10 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതിൽ വേർത്തായിട്ട് എക്സ്ട്രാ ഫീച്ചേഴ്സോ കുറച്ചുകൂടെ പവറോ ഒന്നും ഈ വണ്ടിയിൽ കിട്ടുന്നില്ല. എനിവേ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, സെറ്റിനേക്കാൾ എന്തുകൊണ്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികൾ തന്നെയാണ് ജീപ്പിൻ്റേത്. പക്ഷേ നമ്മൾ ഈ ലിസ്റ്റിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് താഴെയാണ് സിസ്റ്ററിൻ്റെ വണ്ടികൾ കിടക്കുന്നത്. അത് കുറച്ച് പ്രശ്നമാണ്. കാരണം അവരുടെ ബാക്കി എല്ലാ വണ്ടികളും ഇതിൻ്റെ താഴത്താണ് വരുന്നത്. അത് ഇതിൻ്റെ പകുതിയുടെ പകുതി പ്രൈസൊക്കെ ഉള്ളൂ ചില വണ്ടികൾക്കൊക്കെ. ഏതായാലും നമ്മുടെ 13th പൊസിഷൻ നിൽക്കുന്ന അടുത്ത വാഹനം MGയുടെ ആസ്ത്ര ആണ്. ഇതിന് കഴിഞ്ഞ മാസം 59 വണ്ടികൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിലിൽ 107 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 48 വണ്ടികളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഒരുപാട് എക്സ്ട്രാ ആയിട്ടൊന്നും ഇല്ല. അതായത് ഈ സെഗ്മെൻറ്റിൽ തന്നെ 12 വണ്ടികളുണ്ട്. അതിൽ ഒന്നും ഹൈലൈറ്റ് ചെയ്ത് പറയാനില്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത് അധികം ആൾക്കാർ വാങ്ങാത്തത്. പിന്നെ ഇതിൻ്റെ തന്നെ ഇലക്ട്രിക് വേർഷനായിട്ടുള്ള ZSEV ഇപ്പോൾ 200-300 ഒക്കെ വെച്ചൊക്കെ അവർ കഷ്ടപ്പെട്ട് വിൽക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലതാണ്. കാരണം അതൊരു ഇങ്ങനെ പ്രത്യേകിച്ച് അപ്ഡേറ്റും ചെയ്തിട്ടില്ല. 3-4 വർഷം മുന്നേ അപ്ഡേറ്റ് ചെയ്തതാണ്. ഈ വണ്ടിയും 2021 ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല.
നമ്മൾ ഏതായാലും ഫൈനലി സെറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. സെറ്ററിൻ്റെ എയർ ക്രോസ് എക്സ് ആണ് നമ്മുടെ 12th പൊസിഷനിൽ നിൽക്കുന്നത്. 58 വാഹനങ്ങൾ സെയിൽ മാത്രമേ ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം കിട്ടിയിട്ടുള്ളൂ. ഏപ്രിലിൽ 77 വണ്ടികൾ സെയിൽ കിട്ടിയതായിരുന്നു. 19 വണ്ടികൾ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. എനിക്കറിയില്ല ഇവരുടെ വണ്ടികൾ എന്താണ് ഇത്രയും കുറവ് വിൽക്കുന്നതെന്ന്. ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ അതോ എന്താ സംഭവം? കാരണം ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ പ്രൈസിങ് കുഴപ്പമില്ല, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്, എഞ്ചിൻ ഓപ്ഷൻസ് അത്യാവശ്യം സോളിഡ് ആണ്, റൈഡ് നല്ലതാണ്, ഹാൻഡ്ലിംഗ് നല്ലതാണ്, എല്ലാം മൊത്തത്തിൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള വണ്ടികളാണ്. പക്ഷേ സെയിൽസ് ഇല്ല. ഇതിൻ്റെ എല്ലാം പ്രൈസ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനും പറ്റും. ഒറ്റ വണ്ടിയുടെ പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തുള്ളൂ. അത് ഞാൻ ഈ ലിസ്റ്റിൽ തന്നെ പറയാം. ഏതായാലും നമ്മുടെ അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന ഫോക്സ്വാഗൻ്റെ ടൈറോൺ ആണ്. ഇത് നമ്മുടെ കോഡിയാക്ക് പോലെ തന്നെ അത് ബേസ്ഡ് ആയിട്ടുള്ള വേറെ വണ്ടിയാണ്. സെയിം എഞ്ചിൻ, സെയിം പവർ ട്രെയിൻ, എല്ലാ സാധനങ്ങളും സെയിം ആണ്. കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്, ടച്ച് സ്ക്രീനൊക്കെ വലുതാണെന്ന് മാത്രം. കഴിഞ്ഞ മാസം 51 വണ്ടികൾ സെയിലാണ് ഇതിന് കിട്ടിയത്. ഏപ്രിലിൽ 87 വണ്ടികൾ സെയിൽ കിട്ടിയതായിരുന്നു. 36 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്നത് 10th പൊസിഷൻ നമ്മുടെ ടിഗ്വാൻ ആണ്. ടിഗ്വാൻ R-Line ആണ്. ഇത് ഇമ്പോർട്ടഡ് ആയിട്ടാണ് അവർ കൊണ്ടിരുന്നത്. കഴിഞ്ഞ മാസം 49 വണ്ടികൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിലിൽ 34 വണ്ടികൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 15 വണ്ടികളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ആൻഡ് പൊതുവേ ഇത് ടൈറോണിനേക്കാൾ കുറച്ചുകൂടി സെയിൽ കുറവായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം രണ്ടും ഏകദേശം സിമിലർ സെയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ടൈറോൺ 7 സീറ്റർ ആണ്, കുറച്ചുകൂടി സ്പേസ് ഉണ്ട്, പ്രാക്ടിക്കലാണ്, ഫീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്ന ടിഗ്വാൻ R-Line കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് എൻ്റെ ഫീച്ചേഴ്സ് വളരെ കുറവാണ്. ടൈറോൺ പക്ഷേ ഇവിടെ CKD ആയിട്ടാണ് അസംബിൾ ചെയ്യുന്നത്. നമ്മൾ വീണ്ടും സെറ്റനിലേക്ക് എത്തിയിട്ടുണ്ട്. ബസാൾട്ട് എക്സ് ആണ് 9th പൊസിഷനിൽ നിൽക്കുന്നത്. ഇതിന് കഴിഞ്ഞ മാസം 43 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. ഏപ്രിലിൽ 62 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയത്. 19 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈസ് പോയിന്റ് ജസ്റ്റിഫൈ ചെയ്യാത്ത വണ്ടി ഇതല്ല. ഇത് പിന്നെ പൊതുവേ കൂപ്പേ SUV കർവ് അത്ര നന്നായിട്ടല്ല പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ വണ്ടിക്ക് അങ്ങനെ വലിയ ഡിമാൻഡ് കിട്ടാതിരുന്നത്. പക്ഷേ ഇതും പ്രൈസിങ്ങിൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ്. ഇനി നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന ജീപ്പിൻ്റെ കുറച്ചുകൂടെ പ്രീമിയം ഓഫറിങ്സ് ആയ റാംഗ്ലർ ആണ്. ഇത് പുറത്തത്ര പ്രീമിയം അല്ല, പക്ഷേ എന്നാലും ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇവിടെ നമുക്ക് CKD ആയിട്ട് അവർ ഇപ്പോൾ വിൽക്കുന്നുണ്ട്. പ്രൈസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ എന്നാലും 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, 4 സിലിണ്ടർ ആണ്. കഴിഞ്ഞ മാസം 33 വാഹനങ്ങൾ സെയിലും അതിന് മുന്നത്തെ മാസം 36 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 3 വണ്ടികളുടെ വ്യത്യാസമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും സെറ്ററിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇവരുടെ EC3 ഓർ ഇപ്പോൾ പുതിയതായിട്ട് EC3X വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൈസിങ് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. കാരണം 11 ലാക്സിനടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് 13 lakhs വരെയാണ് പോകുന്നത്. നമുക്ക് അതിലും പ്രൈസ് കുറഞ്ഞിട്ടാണ് 5 GB കിട്ടുന്നത്. അതിന് പവർ കൂടുതലാണ്, ഫീച്ചേഴ്സ് കൂടുതലാണ്, റേഞ്ച് കൂടുതലാണ്, എല്ലാം മൊത്തത്തിൽ കൂടുതലാണ്. പക്ഷേ ഈ വണ്ടി അതിനേക്കാൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ അത് വരുന്ന പ്രൈസ് കുറച്ച് വെച്ചിരുന്നെങ്കിൽ നമുക്കത് ജസ്റ്റിഫൈ ആയിരുന്നു. പക്ഷേ ഇപ്പോഴും എക്സ് മോഡലാണെങ്കിൽ പോലെ ഒരു ഒരുപാട് ഫീച്ചേഴ്സ് അങ്ങനെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ മാസമാണെങ്കിലും സെയിൽ 32 ആണ്. അതിന് മുന്നത്തെ മാസം 13 ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ Ioniq 5 ആണ്. ഇതിന് കഴിഞ്ഞ മാസം 10 വണ്ടികൾ സെയിലാണ് കിട്ടിയത്. അതിന് മുന്നത്തെ മാസം 20 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയത്. 10 വണ്ടികളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇവർ അടുത്താണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പുതിയ Ioniq 5 ഇറക്കിയത്. പഴയത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ബാറ്ററി സൈസ് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് 84 kWh ആണ് ഇപ്പോൾ കിട്ടുന്നത്. 55.7 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓവറോൾ അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വാഹനമാണിത്. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സെറ്ററിൻ്റെ C5 എയർക്രോസ് ആണ്. വീണ്ടും സെറ്ററിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതവർ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന 2021 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറക്കിയ വണ്ടിയാണ്. 21 എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്തായാലും ഇമ്പോർട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നല്ല വിലയാണ്. പിന്നെ അത്രയും ഫീച്ചേഴ്സ് ഒന്നും ഈ വാഹനം ആ പ്രൈസ് പോയിന്റിൽ ഓഫർ ചെയ്യുന്നില്ല. അതുപോലെ ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്തായാലും നല്ല വണ്ടിയായിരുന്നു. ഇതിന് കഴിഞ്ഞ മാസം 0 ആണ് സെയിൽസ്, അതിന് മുന്നത്തെ മാസം 0 ആണ് സെയിൽസ്. സോ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും നമുക്ക് പറയാനില്ല സെയിൽസിൽ. അടുത്ത് നമ്മുടെ ജീപ്പിൻ്റെ ഗ്രാൻഡ് സെർവോക്കെയാണ്. ഈ വണ്ടിയും പുറത്ത് അത്യാവശ്യം പോപ്പുലറാണ്. ഇതിന് SRT ട്രാക്ക് ഒക്കെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആകെപ്പാടെ 2 ലിറ്റർ 4 സിലിണ്ടർ മാത്രമേ കിട്ടുന്നുള്ളൂ. അത്യാവശ്യം പവറൊക്കെ ഉണ്ട്, 280 horsepower പവറൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അവർ കുറച്ചും കൂടെ എഞ്ചിൻ ഓപ്ഷൻസ് ഇപ്പോൾ ഡീസലോ അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം ഡീസൽ, V6, V8 എല്ലാം പെട്രോൾ എഞ്ചിൻ സാധനങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഒറ്റ എഞ്ചിൻ ഓപ്ഷനേ ഉള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടാവാം വലിയ സെയിലില്ലാത്ത. പക്ഷേ എല്ലാം കൂടെ കൊണ്ടുവന്ന് അവരിവിടെ CKD ആയിട്ടാണ് അസംബിൾ ചെയ്യുന്നത്. കുറേ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇനി CKD ആയിട്ട് അസംബിൾ ചെയ്ത് മുതലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. നമ്മുടെ അടുത്ത വാഹനം മഹീന്ദ്രയുടെ മരാസോ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 0 ആണ്, അതിന് മുന്നത്തെ മാസം 0 ആണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ അവർ ഏകദേശം നിർത്തിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി 2 വണ്ടികളും കൊണ്ടുണ്ട് നമ്മുടെ ലിസ്റ്റിൽ. 2ഉം ഇലക്ട്രിക് വാഹനങ്ങളാണ്. 2ഉം കിയയുടെ തന്നെയാണ്. സെക്കൻഡ് പൊസിഷൻ EV9 ആണ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. 1.something lakhs, 1 കോടിക്ക് മുകളിൽ 1.3 ആണെന്ന് തോന്നുന്നു. അത്രയും കണ്ട് എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് വലിയ ഡിമാൻഡ് ഇല്ല. ഞാൻ ഇന്നുവരെ ഈ വണ്ടി റോഡിലും കണ്ടിട്ടില്ല, ആരും വാങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും പ്രൈസുള്ള ഇലക്ട്രിക് വാഹനം കിയയുടെ വാങ്ങാൻ പൊതുവെ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം നമ്മുടെ കിയയുടെ EV6 ആണ്. ഈ വണ്ടിക്ക് ഒറിജിനലി പ്രൈസ് ഇച്ചിരി കൂടുതലാണ്, 65 lakhs എന്തോ ഉണ്ട്. പക്ഷേ അത്യാവശ്യം 10 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും. ആ റേറ്റ് നോക്കുമ്പോൾ കുഴപ്പമില്ല. ഓൾ വീൽ ഡ്രൈവ് ആണ്. പിന്നെ നമുക്ക് ഇതിനൊരു ഫേസ് ലിഫ്റ്റ് അവർ എടുത്ത് തന്നായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓവറോൾ അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ കഴിഞ്ഞ മാസം ഏറ്റവും കുറവ് വിറ്റുപോയ 20 വാഹനങ്ങളുടെ വീഡിയോ. ഇതിൽ ഏത് വണ്ടിയാണ് അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്നത്, ഏതിനാണ് സെയിൽസ് കൂടുതൽ വേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.